നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തും അതുപോലെ അടുക്കളപ്പുറത്തും ഒക്കെ പൂച്ചയെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഓടിച്ചു വിടും അല്ലേ? എന്നാൽ പൂച്ചയെ ദൈവമായി ആരാധിക്കുന്നവരുണ്ട് എന്നറിയാമോ? കർണാടകയിലാണ് അത്തരത്തിൽ ഒരു വിശ്വാസമുള്ളത്. രസകരമായ ആ വിശ്വാസം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. പൂച്ചകളെ ദൈവമായി ആരാധിക്കുന്ന ഒരു ഗ്രാമവും ക്ഷേത്രവും കർണാടകയിലുണ്ട്. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ബെക്കല്ലെ ഗ്രാമത്തിലാണ് വ്യത്യസ്തമായ പൂച്ചക്ഷേത്രവും വിശ്വാസവും ഉള്ളത്. തുംകുരു മാണ്ഡ്യ ജില്ലകളുടെ അതിർത്തിയിലായ മധൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ബെക്കലെ ഗ്രാമത്തിൽ പൂച്ചകളെ വലിയ പ്രാധാന്യത്തോടെയാണത്രേ കണക്കാക്കുന്നത്. പൂച്ചകൾ മഹാലക്ഷ്മിയുടെ പ്രതിരൂപമാണ് എന്നാണ് ഇവരുടെ വിശ്വാസം. അതുമാത്രമല്ല, രസകരമായ കുറെ ചടങ്ങുകളും ഇവിടെയുണ്ട്. ബെക്കലെ ഗ്രാമം എന്ന പേരിന് പോലും പൂച്ചകളുമായി ബന്ധമുണ്ട്. കന്നഡ ഭാഷയിൽ ബെക്കു എന്നാൽ പൂച്ച എന്നാണ് അർത്ഥം. സിംഷ നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിൽ പൂച്ചകൾക്ക് മാത്രമായി 3-4 ക്ഷേത്രങ്ങളാണുള്ളത്. മഹാലക്ഷ്മി അഥവാ മങ്കമ്മയുടെ പ്രതിരൂപമായ പൂച്ചകൾ ഇവിടെ വിശുദ്ധ ജീവിയാണ്. മഹാലക്ഷ്മി ഇവിടെ പൂച്ചയുടെ രൂപത്തിൽ ജീവിക്കുന്നുണ്ട് എന്നും ഗ്രാമത്തിലെ ദേവിയാണ് ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് എന്നുമാണ് വിശ്വാസം. വിശ്വാസങ്ങൾക്ക് ഏകദേശം 1000ഓളം വർഷമാണ് കേട്ടോ പഴക്കം. ഇവിടുത്തെ പൂച്ച ആരാധനയ്ക്കും അത്രത്തോളം പഴക്കമുണ്ട്. പൂച്ചയുടെ രൂപത്തിൽ ഗ്രാമവാസികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മങ്കമ്മ അവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നും പിന്നീട് പൂച്ചയുടെ രൂപത്തിൽ ഗ്രാമത്തിൽ ജീവിക്കുന്നുണ്ടെന്നും ഇവർ വിശ്വസിക്കുന്നു. പൂച്ചയില്ലാത്ത വീടുകൾ ബെക്കല്ലെ ഗ്രാമത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒന്നിൽ കൂടുതൽ പൂച്ചകൾ മിക്ക വീടുകളിലും ഉണ്ടത്രേ. 800-ലധികം വീടുകളുള്ള ബെക്കല്ലെ ഗ്രാമത്തിൽ പൂച്ചകളെ ആരാധിക്കുന്ന വീടുകൾ വരെയുണ്ട്. എല്ലായ്പ്പോഴും പൂച്ചകളെ സംരക്ഷിക്കുന്നവരാണ് ഇവിടുള്ളവർ. പൂച്ചയെ ആരാധിക്കുന്ന ക്ഷേത്രമുള്ള ഗ്രാമത്തിലെ വീട്ടിൽ പൂച്ചകളെ ആരാധിച്ചില്ല എങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പൊതുവെ ഗ്രാമവാസികൾ ആരും പൂച്ചകളെ ഉപദ്രവിക്കാറില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ പൂച്ചയുടെ ജഡം കാണുകയാണ് എങ്കിൽ അത് കണ്ടയാൾ പൂച്ചയെ സംസ്കരിച്ചിട്ട് മാത്രമേ പോകാവൂ എന്നൊരു നിബന്ധനയും ഗ്രാമത്തിലുണ്ട്. ഈ നിയമം ഗ്രാമത്തിലുള്ളവർക്ക് മാത്രമല്ല പുറമേ നിന്ന് വരുന്നവർക്കും ഒരുപോലെ ബാധകമാണ്. ഇവിടുത്തെ മങ്കമ്മ ക്ഷേത്രത്തിൽ പൂച്ചയുടെ ഒരു വിഗ്രഹമുണ്ട്. പൂജകളും ആരാധനകളും ഇതിലാണ് നടത്തുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ക്ഷേത്രത്തിന് ഏകദേശം 60 വർഷത്തോളം മാത്രമേ പഴക്കമുള്ളൂ. എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് പൂച്ചയെ ആരാധിക്കുന്നത്. ഇവിടെയുള്ളവരെ കൂടാതെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് മങ്കമ്മ ഫെസ്റ്റിവൽ. തങ്ങളുടെ ഇടയിലെ ജീവിക്കുന്ന ദൈവമായ പൂച്ചകളെയാണ് ഇതിൽ ആരാധിക്കുന്നത്. സാധാരണ 3-4 ദിവസം മങ്കമ്മ ഉത്സവം നീണ്ടു നിൽക്കും. ഇവിടുത്തെ ജ്യോതികളാണ് ഉത്സവത്തിന്, ഇവിടുത്തെ ജ്യോതിഷികൾ അവരാണ് ഉത്സവത്തിനുള്ള സമയവും കാലവും ഒക്കെ നിശ്ചയിക്കുന്നത്. ഗ്രാമത്തിലുള്ളവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബക്കാരും ഒത്തുചേരുന്ന ഒരു സന്ദർഭം കൂടിയാണ് മങ്കമ്മ ഉത്സവം. എന്തായാലും മങ്കമ്മ ക്ഷേത്രത്തിൽ പോകാൻ, ഇപ്പോൾ കർണാടകയിലൂടെ പോകുന്ന സമയത്ത് മങ്കമ്മ ക്ഷേത്രത്തിലൂടെ പോകാൻ ഒരു സാഹചര്യം ലഭിക്കുകയാണെങ്കിൽ അവിടെ പോവുക. വിചിത്രമായ ഇത്തരം ആചാരങ്ങൾ, ക്ഷേത്ര ആചാരങ്ങൾ ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോവുക, സന്ദർശിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക അനുഭവമല്ലേ? ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.